നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള 2 മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പര ഇതാ ഒക്ടോബർ 2 ആരംഭിക്കുകയാണ്. ആ പരമ്പരക്കുള്ള വെസ്റ്റ് ഇൻഡീസിൻ്റെ സ്ക്വാഡിനെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ആ സ്ക്വാഡിൽ നിന്ന് ഷാമർ ജോസഫ് പരിക്കേറ്റ് പുറത്തു പോയത് നമ്മൾ നേരത്തെ നിങ്ങളെ അറിയിച്ചിരുന്നു. ഇപ്പോഴിതാ മറ്റൊരു സുപ്രധാന താരം കൂടി, അതായത് ഇന്ത്യയിൽ കളിച്ചു പരിചയമുള്ള മറ്റൊരു പ്രധാന താരം, സൂപ്പർ താരങ്ങളുടെ കൂട്ടത്തിൽ പെടുത്താവുന്ന ഒരാൾ ഇതാ പുറത്തായിരിക്കുന്നു. ഷാമർ ജോസഫിനെ കൂടാതെ അൽസാരി ജോസഫും സ്ക്വാഡിൽ നിന്ന് റൂൾഡ് ഔട്ട് ആയിരിക്കുന്നു. ഒഫീഷ്യലി ഇക്കാര്യം വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് അറിയിക്കുന്നു. അൽസാരി ജോസഫ് ഹാസ് ബീൻ റൂൾഡ് ഔട്ട് ഓഫ് ദി അപ്കമിംഗ് ടെസ്റ്റ് സീരീസ് അഗെയിൻസ്റ്റ് ഇന്ത്യ ഡ്യൂ ടു എ ലോവർ ബാക്ക് ഇഞ്ചുറി. അപ്പോൾ ലോവർ ബാക്ക് ഇഞ്ചുറി കാരണം ഇന്ത്യക്കെതിരെയുള്ള ടെസ്റ്റ് സീരീസിൽ നിന്ന് അൽസാരി ജോസഫ് പുറത്തായിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഡിസ്കംഫേർട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു, കംപ്ലൈൻറ്റ് ചെയ്തിരുന്നു. സോ സ്കാൻ ചെയ്ത ഘട്ടത്തിൽ അദ്ദേഹത്തിന് ചെറിയ ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. മുമ്പ് അദ്ദേഹത്തിന് ബാക്ക് ഇഞ്ചുറി ഉണ്ടായിരുന്നു, അവിടെ തന്നെയാണ് വീണ്ടും ഈ ഒരു പ്രശ്നം അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കുകയാണ് എന്ന് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ഒഫീഷ്യലി ഇതാ അറിയിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പകരം അവർ സ്ക്വാഡിലേക്ക് ഇപ്പോൾ ജഡിയ ബ്ലേഡ്സിനെ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം വൺ ഡേ ഇൻ്റർനാഷണലിലും T20 ഇൻ്റർനാഷണലിലും നേരത്തെ അവർക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ആളാണ്. സോ പകരം അദ്ദേഹത്തെ ഇതാ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യം കൂടി വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് അറിയിക്കുന്നു. ഒപ്പം ജെയ്സൺ ഓൾഡറെ അൽസാരി ജോസഫിന് പകരക്കാരനായിട്ട് സ്ക്വാഡിലേക്ക് വിളിച്ചതാണ്. പക്ഷെ അദ്ദേഹം നേരത്തെ പ്ലാൻ ചെയ്ത ഒരു മെഡിക്കൽ പ്രൊസീജിയർ ഉള്ളതുകൊണ്ട് അദ്ദേഹം ഈ ഒരു സെലക്ഷൻ ഡിക്ലൈൻ ചെയ്യുകയായിരുന്നു എന്നുകൂടി അറിയിക്കുന്നു. അപ്പോൾ എന്തായാലും പ്രധാനപ്പെട്ട താരങ്ങളില്ലാതെയാണ് ഇപ്പം വരുന്നത്. ഷാമർ ജോസഫില്ല, അൽസാരി ജോസഫില്ല. ഷാമർ ജോസഫിന് പകരം യൊഹാൻ ലൈനിനെ അവർ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിരുന്നു. ഇപ്പോഴിതാ അതുപോലെ തന്നെ മറ്റൊരാളെ കൂടി സ്ക്വാഡിലേക്ക് പകരക്കാരനായിട്ട് കൊണ്ടുവരേണ്ടി വന്നിരിക്കുന്നു. ജഡിയ ബ്ലേഡ്സിനെ സ്ക്വാഡിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അവരുടെ അപ്ഡേറ്റഡ് സ്ക്വാഡ് ഇങ്ങനെയാണ്. റോസ്റ്റൻ ചേസ് അദ്ദേഹമാണ് ക്യാപ്റ്റൻ. പിന്നെ ജോമൽ വെഴിക്കാൻ അദ്ദേഹമാണ് വൈസ് ക്യാപ്റ്റൻ. കെവലൻ ആൻഡേഴ്സൺ, അലിക് അത്തനീസ്, ജോൺ ക്യാമ്പൽ, ടെഗ്നറയൻ ചന്ദ്രബോൾ, ജസ്റ്റിൻ ഗ്രീവ്സ്, ഷായ് ഹോപ്പ്, ടെവിൻ ഇംലാച്ച്, യൊഹാൻ ലൈന്, പിന്നെ ഇപ്പം അൽസാരി ജോസഫിന് പകരക്കാരനായിട്ട് വന്നിട്ടുള്ള ജഡിയ ബ്ലേഡ്സ്, ബ്രണ്ടൻ കിങ്, ആൻഡേഴ്സൺ ഫിലിപ്പ്, കാരി പിഴെ, ജെയ്ഡൻ സീൽസ്. ഇതാണ് അവരുടെ അപ്ഡേറ്റഡ് സ്ക്വാഡ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് ചെയ്തു എത്താം.